നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഊരമള കൃഷിക്കൂട്ടത്തിൻ്റെ മില്ലറ്റ് കൃഷി തോട്ടത്തെക്കുറിച്ചും പൂക്കൃഷിയെക്കുറിച്ചുമാണ്. 8 ഇനത്തിൽപ്പെട്ട മില്ലറ്റ്സ് ആണ് പ്രദർശന തോട്ടമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വേനൽക്കാലമാണ് മില്ലറ്റുകൾക്കെല്ലാം വളരെ നല്ല കാലമെന്ന് പറയുന്നത്. കാരണം മഴ പെയ്യുകയാണെങ്കിൽ മില്ലറ്റിൻ്റെ വിളവെടുപ്പ് വളരെ പാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ മെയ് എന്ന് പറയുന്ന വേനൽക്കാലത്തിലാണ് മില്ലറ്റിൻ്റെ വിളവ് കൂടുതലായി നമുക്ക് ലഭിക്കുന്നത്. ഈ കാണുന്നത് കമ്പ് അഥവാ വജ്രച്ചോളം എന്നറിയപ്പെടുന്നതാണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പേൾച്ചോളം. ഈ പേളിൻ്റെ കളർ ആകൃതിയിലിരിക്കുന്നത് കൊണ്ട് പേൾച്ചോളം എന്നും അറിയപ്പെടും. ഇതിന് കാലാവധി ഒരു 100 to 110 ദിവസം വരെ ആവശ്യമാണ് ഇതിന് വിളവെടുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ടും ധാരാളം പോഷകാഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് ഇത് എല്ലാവരും ഭക്ഷണത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരികയാണ്. ഞാൻ 17 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2023 പെൻഷനായിട്ട് വന്നതിന് ശേഷമാണ് ഈ കൃഷിയിലോട്ട് വ്യാപകമായി ഇറങ്ങിയത്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പപ്പ അവരൊക്കെ നേരത്തെ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെ കൂടെയൊക്കെ ഞങ്ങളെ കൂട്ടി അന്ന് മുതലേ കൃഷിയോടൊരു കമ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോരോ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഇതിലോട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നത് തിന ഇനത്തിൽപ്പെട്ട മില്ലറ്റാണ്. നമ്മുടെ 8 ഐറ്റത്തിൽ ഏറ്റവും മനോഹരവും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന, കൂടുതൽ നമ്മൾ കിളികൾക്ക് വേണ്ടി തിന ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തന്നെ നമുക്കും ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് ഉപയോഗിക്കുക എന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ തോട് കളഞ്ഞ സാധനം നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അതായിരിക്കും കൂടുതൽ ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. 50 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പിലോട്ട് എത്താൻ പറ്റുന്ന ഒരു വിളയാണ് തിന എന്ന് പറയുന്നത്. ഈ തിന 90 ദിവസം കൊണ്ട് നമുക്ക് വിളയിലോട്ട് എത്തിക്കാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 50 മുതൽ 60 വരെ നമുക്ക് കിലോയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളതിന് തന്നെ നമുക്ക് ഇടവേളയായിട്ട് തന്നെയും ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിലമൊരുക്കുക എന്നത് തന്നെയാണ് ഏതൊരു കൃഷിക്കും ആദ്യഘട്ടം എന്ന് പറയുന്നത്. നിലമൊരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വിതറുക എന്നതാണ്. വിത്ത് വിതറിക്കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം, തിനയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഞെരുക്കം കുറച്ച് നമ്മൾ ഒരു വരി ക്രമീകരിച്ച് നട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. ഞെരുങ്ങിക്കഴിഞ്ഞാൽ ചെടി ചെറുതാകും, അതിൻ്റെ ഫലവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞെരുക്കം കുറച്ച് നടുന്നതായിരിക്കും ഈ തിന കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കൂടുതലും ജൈവവളം തന്നെയാണ് നമ്മൾ വീണ്ടും കൊടുക്കാറുള്ളത്. ആദ്യം അടിവളമായിട്ട് ജൈവവളം കൊടുത്ത് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് ഇതിനോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. മില്ലറ്റിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ വരുന്ന പല അസുഖങ്ങളും, പ്രമേഹം പോലുള്ള പല അസുഖങ്ങളും മാറ്റാം എന്നതിലല്ല, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റുവാനായിട്ട് മില്ലറ്റ് ഒരു നേരമെങ്കിലും ആഹാരത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കേണ്ട ഒരു ആശയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊരമള കൃഷിക്കൂട്ടം മില്ലറ്റിന് അധിക പ്രാധാന്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറുധാന്യങ്ങളെന്ന് പറഞ്ഞാൽ ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. വൈറ്റമിൻ B3 ഉണ്ട്, B5, B6, B9 തുടങ്ങിയ B വിറ്റാമിനുകളുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുമാത്രമല്ല മിനറൽസ് ആയിട്ടുള്ള കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ തന്നെ സാന്നിധ്യം നമ്മുടെ ചെറുധാന്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെറുധാന്യങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇരുമ്പിൻ്റെ അംശം, അയണിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും നമ്മുടെ ശരീരത്തിന് ക്ഷീണം പോലുള്ള കാര്യങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്.
ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഡയറ്ററി ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നിവ നമ്മുടെ ഭാര നിയന്ത്രണത്തിന് ഇത് ധാരാളമായിട്ട് സഹായിക്കുന്നു. ഇത് കുതിരവാലി എന്നറിയപ്പെടുന്ന ഒരു മില്ലറ്റാണ്. ഇത് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ വിളവെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ 65 ദിവസമാണ് വിളവെടുപ്പ് എന്ന് പറയുന്നത്. 65 ദിവസത്തിനകത്ത് ഇത് വിളവെടുക്കാൻ സാധിക്കും. ഇത് ഈ മില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വളരെ ഗുണമുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നൊരു മില്ലറ്റാണ്. ഇത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 100-120 രൂപ കിലോ വിലയുണ്ടാവും. ഇത് കൃഷി ചെയ്യാൻ എളുപ്പമുള്ള ഒരു മില്ലറ്റാണ്. ഇതിന് 65 ദിവസം മാത്രം വിളവെടുക്കാനുള്ള 65 ദിവസം മാത്രം മതി. നമ്മുടെ നാട്ടും പുറത്തും ആൾക്കാർക്ക് ഇതൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മില്ലറ്റും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഈ കാണുന്നത് മധുരച്ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ എന്നറിയപ്പെടുന്നതാണ്. നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെട്ട ആവിയിൽ പുഴുങ്ങി വേവിച്ച് നമുക്ക് അത് വളരെ തനിമയോടെ അല്ലെങ്കിൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിള കൂടിയാണിത്. നമുക്കിത് നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കായ് നമുക്ക് എടുക്കാൻ പറ്റും, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൃഷി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവിള കൃഷിയായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഫലം കൂടിയാണിത്. ഇത് വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കാണുന്നത് ഇതിൻ്റെ ആൺപൂക്കളാണ്. ആൺപൂക്കളും ഈ താഴെ കാണുന്നത് ഇതിൻ്റെ പെൺപൂക്കളുമാണ്. മാക്സിമം ഞെരുക്കി തൈകൾ വയ്ക്കുകയാണെങ്കിൽ പരാഗണം നല്ല രീതിയിൽ നടക്കുകയും ഇതിൻ്റെ കായ്കൾ നമുക്കിത് നോക്കുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഈ മണികളെല്ലാം ഞെരുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു പരാഗണം നടക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്. ഡാർക്കിഷ് ബ്രൗൺ കളറിലോട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെ വിളവ് പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് സാമ്പിളിന് വേണ്ടി ഒന്ന് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രകൃതി തന്നെ അതിനെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പൂർണ്ണ വിളവായിട്ടില്ല, എന്നാലും നമുക്കിത് കാണാൻ പറ്റും. ഏതാണ്ട് മണികളെല്ലാം വളരെ മനോഹരമായിട്ട് ഞെരുങ്ങി തന്നെയാണ് ഇരിപ്പുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരാഗണം നടന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വരിയായിട്ട് നമുക്ക് മണികളുണ്ട്. ഇത് നമുക്ക് 60-70 ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവ് നമുക്ക് ലഭ്യമാണ്. അപ്പോഴേക്കും ഇതെല്ലാം നല്ല മഞ്ഞ കളറിലോട്ട് മാറി നല്ല ചോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും. മില്ലറ്റ്സിന് 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. മേജർ മില്ലറ്റ്സ് എന്നും മൈനർ മില്ലറ്റ്സ് എന്നും സ്യൂഡോ മില്ലറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഇതിൽ മേജർ മില്ലറ്റ്സിനകത്താണ് നമ്മുടെ മണിച്ചോളവും അതുപോലെ തന്നെ കൂരവും എല്ലാം പെടുന്നത്. ഇനി മൈനർ മില്ലറ്റ്സിനുള്ളിലാണ് നമ്മുടെ തിനയും ചാമയും തുടങ്ങിയവ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി മിതമായ രീതിയിൽ ഉപയോഗിക്കുക. മില്ലറ്റ് കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ് ചെയ്തു വരുന്നത്. ആദ്യമേ അടിവളമായി ജൈവവളം, അതായത് ചാണകപ്പൊടിയും കോഴിവളവും നിലമൊരുക്കിയാണ് കൃഷി തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞൊരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് കള പറിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ജൈവവളം കൊടുത്തുകൊണ്ടാണ് ഇടയ്ക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ഹാർഡായിട്ടുള്ള ഒരു മണ്ണാണ്, അതുകൊണ്ട് തന്നെ വേര് പിടിക്കുന്നതിന് വേണ്ടി ഇടകൾ ഒന്ന് ഇളക്കി കൊടുത്ത് ജൈവവളം വീണ്ടും അപ്ലൈ ചെയ്യുകയും പിന്നെ നമുക്കറിയാം മില്ലറ്റ്സിനെല്ലാം ഇതിൻ്റെ ഒരു ജലസേചനം എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. നമ്മൾ 2 ദിവസം കൂടുമ്പോഴോ ആ ഒരു തറയുടെ ഒരു പരുവം മനസ്സിലാക്കിക്കൊണ്ടാണ് ജലസേചനം നടത്തുന്നത്. അപ്പോൾ വെള്ളം കുറവ് ആണെന്നുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും കൃഷി നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞങ്ങൾ ഊരംവിള കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. പണ്ട് മുതലേ കൃഷി എന്ന് പറയുന്നത് ഉപജീവന മാർഗം ആക്കിയവരായിരുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയെ പരിചയപ്പെടുത്തുക എന്ന പുതിയ രീതിയാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് ജമന്തി പൂക്കൾ കൊണ്ടും പുതുവത്സര വേളയിൽ സൂര്യകാന്തി പൂക്കൾ കൊണ്ടും വിസ്മയം തീർത്ത ഊരംവിള കാർഷിക കൂട്ടായ്മ ഈ വേനൽക്കാലത്തെ വരവേൽക്കുന്നത് മില്ലറ്റ് ഫെസ്റ്റുമായിട്ടാണ്. വർഷങ്ങളായി തരിശായിട്ട് കിടന്ന ഭൂമിയാണ്. ഒരു കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ മൊത്തം ഈ അൽക്കശി, ആ ഭാഗങ്ങളിൽ കാണുന്ന പോലെ ഫുൾ അൽക്കശി ആയിരുന്നതാണ് ഇവിടെ. അപ്പോൾ അതിനെ ഞങ്ങളെല്ലാം മാറ്റി ഫലപുഷ്ടിയാക്കി ഇന്ന് എന്ത് നട്ടാലും നല്ല രീതിയിൽ വിളവ് കിട്ടുമെന്നുള്ള രീതിയിലാക്കി എടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്താലും നമ്മളൊരു കൃഷി കഴിഞ്ഞ് അടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കുമ്മായോട്ടോ അത് മണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് വലിയൊരു കാര്യം. ഇപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളവ് നട്ടാലും അത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പരുവത്തിലാക്കിയിട്ടുണ്ട്.
നമുക്ക് മില്ലറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും വേനൽക്കാലത്തെ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം മില്ലറ്റിൻ്റെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ മില്ലറ്റെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. എല്ലാം ചെറുധാന്യങ്ങളാണ്, നമുക്ക് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു കണങ്ങളാണ്. അപ്പോൾ അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ ഇത് നല്ലതല്ല. അതുകൊണ്ടാണ് ഈ വേനൽക്കാലങ്ങളിൽ പൂർണ്ണമായും നമ്മൾ മില്ലറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 2.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഇവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ ഇടവിളയായിട്ട് വേണമെങ്കിൽ നമുക്ക് മില്ലറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും മില്ലറ്റ് ഒരു ഭാഗം, നമ്മുടെ കൃഷിക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗം മില്ലറ്റ് തന്നെ സ്ഥിരമായി കൊണ്ടുപോകുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്വീറ്റ് കോണിന് പുറമെ പോപ്കോൺ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പോപ്കോൺ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ പോപ്കോൺ കഴിക്കുന്നവർക്കറിയാം. അപ്പോൾ അത് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ജലാംശം വരാൻ പാടില്ല. സ്വീറ്റ് കോണിനകത്ത് ജലാംശം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോപ്കോൺ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഒരു പോപ്കോണിൻ്റെ ഐറ്റം എന്ന് പറയുന്നത്, ചോളം എന്ന് പറയുന്നത് ഹാർഡായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് നമുക്കൊരു 60 ദിവസം മുതൽ ഇതിൻ്റെ ചെടികൾ നമുക്ക് പശുവിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. പശുക്കൾക്ക് നല്ലൊരു കാലിത്തീറ്റയ്ക്ക് പകരം, അല്ലെങ്കിൽ കാലിത്തീറ്റയിൽ വരുന്നത് തന്നെ ചോളത്തിൻ്റെ കണ്ടനാണ്, നമുക്കറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ, കൃഷിയുടെ കൂടെ തന്നെ പശുവൊക്കെ, കന്നുകാലി കൃഷി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ലാഭകരത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോളം നമുക്ക് കഴിക്കുവാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചോളം മാവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലും ചോളം കൃഷി വളരെ ലാഭകരമാണ്. അതായത് ഇടവിള കൃഷിയായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. അധികം ഒരു അധ്വാനം ഇല്ലാതെ തന്നെ ചോളം നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പ് ലഭ്യമാകും. ഏതാണ്ട് 90 ദിവസം കൊണ്ട് തന്നെ ചോളത്തിൻ്റെ ഉൽപ്പന്നവും നമുക്ക് ലഭിക്കും. അതോടൊപ്പം പശുവാണ് മുൻതൂക്കമെന്നുണ്ടെങ്കിൽ 60 ദിവസം മുതൽ തന്നെ അതിൻ്റെ ഒരു വിളയായിട്ട് നമുക്ക് പശുക്കൾക്കും ഉപയോഗിക്കാൻ പറ്റും. മില്ലറ്റ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് തരം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാം. നമ്മുടെ തിന കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, മണിച്ചോളം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി ഈവൻ നമ്മുടെ കൂരവ് കുതിർത്ത് മുളപ്പിച്ച് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതെല്ലാം തന്നെ ഹെൽത്തിയാണ്. ഇതിനകത്തുള്ള നാര് നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനാണ് സാധിക്കും. ഈ കൂരവിൻ്റെ ഉപയോഗങ്ങൾ പറയാണ്ട് തന്നെ നമുക്കറിയാമല്ലേ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൂരവിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം കാൽഷ്യം, അയൺ, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തനതായ ഒരു ഭക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുകാലത്ത് നമ്മൾ 6 മാസം ആകുമ്പോൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂരവ് മുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ചാമാരി. നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. അല്ലെങ്കിൽ ചാമാരി കൊണ്ട് ഉപയോഗിക്കുന്ന കഞ്ഞി. പ്രമേഹ രോഗം, ക്യാൻസർ രോഗം തുടങ്ങിയവയൊക്കെ ഒരു പരിധിവരെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഔഷധമായിട്ടും നമുക്ക് ഈ ചാമാരി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കായിക താരങ്ങൾക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് ചാമാരി ഉപയോഗിക്കാറുണ്ട്. ചാമയ്ക്ക് ഏതാണ്ട് 60 മുതൽ 70-80 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, വളരെ ചെറുതാണ് ചാമയുടെ അരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഏതാണ്ട് ഇനി ഒരു 10-20 ദിവസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വിളവ് നമുക്ക് എടുക്കാവുന്നതാണ്. മാർക്കറ്റ് വിപണിയിലും ഏതാണ്ട് 70-80 രൂപയോളം നമുക്ക് ചാമാരിക്ക് ലഭിക്കാറുണ്ട്. ഇടവിള കൃഷിയായിട്ടും ഈ ചാമാരി നമുക്ക് ചെയ്യാൻ പറ്റും. ചാമ അരി പണ്ട് നമ്മൾ ചാമ വെച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത്. ആയുർവേദത്തിൽ ചാമ കഞ്ഞിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാം നമുക്ക് ഇത് വെച്ചിട്ട്. ഈവൻ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അതായത് സമോസ പോലെയോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ അങ്ങനെ ഈവൻ സ്നാക്സ്, ബിസ്ക്കറ്റ്സ്. ഇപ്പോൾ മില്ലറ്റ്സിൻ്റെ ബിസ്ക്കറ്റ്സ് വരുന്നുണ്ട്, അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ മില്ലറ്റ്സ് പൊടിച്ച് മാവാക്കി അതിന് നമുക്ക് പല പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഈ കാണുന്നത് നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് കൂരവായിട്ട് നമ്മൾ കാച്ചി കൊടുക്കുന്ന മില്ലറ്റാണ് റാഗി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃഷി എന്ന് പറയുന്നത് 120 ദിവസമാണ്. 120 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ 2 സ്റ്റേജിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് നമുക്കിപ്പോൾ 100ഓളം ദിവസമായതാണ്. ഏതാണ്ട് 20 ദിവസം കൂടെ ആകുമ്പോൾ നമുക്ക് വിളവ് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒരു സമയത്ത് നമുക്ക് വിളവെടുക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ വിളവായതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് റാഗിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ശുദ്ധമായ രീതിയിൽ നമുക്ക് റാഗി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. കാരണം അധികം വ്യായാമമൊന്നും അല്ലെങ്കിൽ അധികം ശ്രമമൊന്നും കൂടാതെ തന്നെ നമുക്ക് റാഗി വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു വിള കൂടിയാണിത്. ഈ കാണുന്നത് നമ്മുടെ കൂരവിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. അതായത് ഒരു 80 ദിവസം പ്രായമായ ഒരു കൂരവിൻ തോട്ടമാണിത്, റാഗി തോട്ടമാണിത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ആഹാരത്തിൽ കൂടെ ചേർക്കാവുന്ന ദോശ, അപ്പം, അങ്ങനെയുള്ള പുട്ട്, ഇതെല്ലാം നമുക്ക് റാഗിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ കാണുന്നത് മണിച്ചോളമാണ്. അപ്പോൾ ചോളത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കായ്ഫലം ആയിട്ടില്ല. ഏതാണ്ട് ഒരു 10 ദിവസം കൂടെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂക്കളും തുടർന്ന് അതിൻ്റെ കായ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഇവിടെ നമ്മൾ 8 ഐറ്റം ചെയ്തിരിക്കുന്നത് 8നും 8 സമയമാണ് വിളവ് വരുന്നത്. ഈ 8 ഐറ്റം മില്ലറ്റ്സിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഊരംവിള കൃഷിക്കൂട്ടം മുന്നോട്ട് വരുന്നത്. കൂരവ് ഒഴികെയുള്ള മറ്റ് മില്ലറ്റ്സുകൾ ആഴ്ചയിൽ 3 ദിവസം മാത്രം ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക. റാഗി അല്ലെങ്കിൽ കൂരവ് നമുക്ക് ദിവസേന 1 പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് കാര്യമായാലും നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം അമിതമാകാണ്ട് സൂക്ഷിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഭാര നിയന്ത്രണത്തിനോടൊപ്പം തന്നെ പ്രമേഹ നിയന്ത്രണത്തിനോടൊപ്പം തന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് അബ്ഡോമിനലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, ബവൽ ഡിസ്കംഫേർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കാനും എല്ലാം നമുക്ക് മില്ലറ്റ്സ് ഹെൽപ്ഫുള്ളാണ്. ലോകാരോഗ്യ സംഘടനയും നമ്മുടെ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും മില്ലറ്റ് ഇയറായിട്ട് തന്നെ ആഘോഷിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇടവിളയായിട്ടും അല്ലെങ്കിൽ വീടുകളിൽ തന്നെയും ഒരു മില്ലറ്റിൻ്റെ ഒരു പ്രദർശനത്തോട്ടോ അല്ലെങ്കിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലോ ചെയ്യുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സ്കീമുകൾ ഉണ്ടാക്കുകയും കൃഷിയെ ലാഭകരത്തിലോട്ട് മാറ്റുകയും ചെയ്യാം. മില്ലറ്റ് വിളവുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഇത് നമുക്ക് പശുക്കൾക്ക് ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നഷ്ടമെന്ന രീതിയിലോട്ട് വിളവ് ഒരിക്കലും പോകത്തില്ല. അപ്പോൾ മില്ലറ്റ് ഒരു കാരണവശാലും നമുക്ക് കൂടുതൽ റിസ്ക് ഉള്ള ഒരു കാര്യമല്ല. ജലത്തിൻ്റെ അളവ് അല്ലെ ജലം നനയ്ക്കേണ്ടതിൻ്റെ ജലസേചനത്തിൻ്റെ സൗകര്യം കുറവുള്ളവർക്ക് പോലും ഈ ഒരു കൃഷി മുന്നോട്ട് വരാവുന്നതാണ്. നമ്മുടെ കുളത്തൂർ പരിധിയിൽ വരുന്ന കുളത്തൂർ കൃഷിഭവനാണ് ഈ മില്ലറ്റ് ഫെസ്റ്റിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരുന്നത്. ഈവൻ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ തന്നെ കൊണ്ടുവന്നത് അട്ടപ്പാടിയിൽ നിന്നാണ്. നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നത് കുളത്തൂർ കൃഷിഭവനാണ്. മില്ലറ്റ് കൃഷിക്ക് പുറമെ ഊരംവിള കൃഷിക്കൂട്ടം പൂക്കൃഷിയും ചെയ്യുന്നുണ്ട്. വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സൂര്യകാന്തി, ജമന്തി, വാടാമുല്ല, ഡാലിയ, കോസ്മോസ്, നമ്മുടെ പഴയ കാശിത്തുമ്പ തുടങ്ങി 10ഓളം ഐറ്റം പൂക്കളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ജമന്തിയാണ് നട്ടിരിക്കുന്നത്. ഇത് ബന്തി എന്നറിയപ്പെടും. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ച തൈയാണ്. അതിവിടെ കൊണ്ടുവന്ന് ആദ്യമേ ചാല് കീറി 15 ദിവസം നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നട്ട് 50 ദിവസത്തിൽ പൂവാകും ഇത്. അപ്പോൾ കർഷകർക്ക് ഇതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂ കൊടുക്കാൻ പറ്റും. 7 ദിവസം പ്രായമായ തൈയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത്. അത് 50 ദിവസമായപ്പോഴത്തേക്ക് ഫ്ലവറായി. ഇടവളങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണണച്ച് കൊടുക്കണം. അതാണ് ഇതിന് പ്രാധാന്യം. പൂ നിൽക്കുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പൂവിൽ ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ മാർക്കറ്റിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് 40 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. ഞങ്ങളുടെ തോട്ടത്തിൽ 2 ഇനത്തിൽപ്പെട്ട ബന്ദിച്ചെടികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ ഓറഞ്ചും മഞ്ഞയുമാണ് വെച്ചിരിക്കുന്നത്. അതിൽ മഞ്ഞച്ചെടികളാണ് കൂടുതലും ഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിലോയ്ക്ക് ഏതാണ്ട് 40 രൂപ 50 രൂപ ദോവാളയെക്കാളും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കൃഷിക്കൂട്ടമായിട്ട് നമ്മൾ ഊരംവിള കൃഷിക്കൂട്ടം മാറിയിരിക്കുകയാണ്. മഞ്ഞയ്ക്കാണ് കൂടുതലും എപ്പോഴും നമുക്ക് ഡിമാൻഡ് കൂടുതൽ. ഹാരത്തിനെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് മഞ്ഞ ബന്ദിയാണ്. ഇന്നത്തെ തലമുറ സമയമില്ല എന്ന് പറഞ്ഞ് കൃഷിയെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട എൻ്റെ പപ്പയാണ് ICDSൽ ജോലി ഉണ്ടായിരുന്നിട്ടും കൃഷിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് എന്നെയും കൃഷിയിലോട്ട് കൊണ്ടുവന്നതും എൻ്റെ പപ്പ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പങ്കുവയ്ക്കാനുള്ളതും ഇത് തന്നെയാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലഹരിക്ക് മുന്നേ പോകുമ്പോൾ ഇന്നത്തെ തലമുറ കൃഷിയെ ലഹരിയാക്കിക്കൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള അന്നമെങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഊരംവിള കൃഷിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്നത്.
സെലേഷ്യ ഇനത്തിൽപ്പെട്ട കോഴിച്ചെടി അല്ലെങ്കിൽ വെൽവെറ്റ് ചെടി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഈ കാണുന്നത്. ഉഷ്ണമേഖല സ്ഥലങ്ങളിൽ മാത്രം കാണാറുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തും ഇത് പണ്ട് മുതലേ കാണാറുള്ളതാണ്. ഇതിലിപ്പോൾ ഹൈബ്രിഡ് ഐറ്റം ഉണ്ട്, 2-3 വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഉദ്യാനങ്ങളിൽ നമുക്ക് ആകർഷണം എന്ന നിലയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉദ്യാനത്തിന് ഉപരിയായിട്ട് ഹാരം കെട്ടുന്നതിനായിട്ട് ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഹാരത്തിന് വേണ്ടിയും മാർക്കറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. സൂര്യകാന്തി പാടമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പാടത്തിൽ നിരത്തി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൃഷിരീതി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം തന്നെയാണ്. മണ്ണിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം 7 ദിവസം പ്രായമുള്ള തൈ നമ്മൾ ഇളക്കി നട്ട് അടിവരം എല്ലാം കൊടുത്ത് കോഴിവളവും ചാണകപ്പൊടിയും കൊടുത്ത് ഇതൊരു 45 ദിവസത്തിൽ ഫ്ലവർ ആകുന്ന ചെടിയാണ്. ഇത് പിന്നെ ചെടീൻ്റെ ഫുൾ പൂത്ത് കഴിഞ്ഞാൽ 7 ദിവസമേ നിൽക്കത്തുള്ളൂ. ഇതിന് ഇടവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും കോഴിവളമാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെള്ളം നല്ല രീതിയിൽ നനച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരത്തുള്ളൂ. പൂവും വലുതായി കിട്ടും. ഇത് ഫുള്ള് ഫ്ലവറായി കഴിഞ്ഞാൽ 7 നാൾ നിൽക്കും. 7 നാൾ കഴിഞ്ഞാൽ പിന്നെ അത് കുനിയും. എക്കാലവും ഫ്ലവർ കിട്ടത്തക്ക രീതിയിലാണിത് ഘട്ടം ഘട്ടമായിട്ടാണ് നട്ടിരിക്കുന്നത്. ഞങ്ങൾ വിത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചിട്ട് ട്രേയിൽ വിത്ത് പാകി എന്നിട്ട് 2 ഇല പരുവാകുമ്പോഴത്തേക്ക്, അതായത് 7 ദിവസം ആകുമ്പോഴത്തേക്ക് തൈ ഓരോന്നായിട്ട് ഇളക്കി നട്ടതാണ്. ആവശ്യക്കാർക്ക് നമ്മൾ നല്ല ഇനം സൂര്യകാന്തി വിത്തും ഇവിടെ കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ഈ കാണുന്നത് കോസ്മോസ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മുമ്പ് കാലങ്ങളിൽ മാങ്ങാച്ചെടി എന്നറിയപ്പെടുന്നതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു 4 കളറോളം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഉദ്യാനങ്ങളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള വ്ളാത്താങ്കര ചീരയാണ് ഈ കാണുന്നത്. നമുക്കറിയാം, ചീര ഇനത്തിൽപ്പെട്ട വ്ളാത്താങ്കര ചീര ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദിവസം നമുക്ക് നിൽക്കുമെന്നത് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഫലം നമുക്ക് 20 ദിവസം മുതൽ എടുത്തു തുടങ്ങാമെങ്കിലും ഇതിൽ പൂ വരുന്നതിന് വളരെയധികം കാലതാമസം വരും. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിപണനവും വളരെ സുഗമമായി നടക്കുന്നു. നമ്മളിവിടെ നട്ടിരിക്കുന്ന ഈ ഒരു വ്ളാത്താങ്കര ചീരയുടെ പ്രയോജനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ വരുമാനം എത്തിക്കുക എന്നതാണ് ചീര ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. ചീര വിത്ത് പാകുന്നതിന് 15 ദിവസം മുന്നേ മണ്ണിനെ ഒരുക്കുക എന്നാണ് ആദ്യഘട്ടമെന്ന് പറയുന്നത്. മണ്ണിൽ ആവശ്യത്തിന് കുമ്മായം കൂടെ ചേർത്ത് ട്രീറ്റ് ചെയ്യുന്ന മണ്ണിലാണ് ഞങ്ങളെപ്പോഴും ചീര പാകാറുള്ളത്. ചീര പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 ഇല പ്രായമാകുമ്പോൾ അതിനെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് വരും. അതുപോലെ തന്നെ ഞെരുക്കം കുറയ്ക്കുവാനും സാധിക്കും. വ്ളാത്താങ്കര ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് 20 ദിവസം കൊണ്ട് തന്നെ പറിച്ചു വെച്ച് 20 ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വിളവെടുപ്പ് ലഭിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ പിഴുതു മാറ്റുകയല്ല ഇതിനെ ചെയ്യുന്നത്, കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വീണ്ടും ബ്രാഞ്ചുകൾ വരികയും അങ്ങനെ നമുക്ക് ഏതാണ്ട് 4-5 മാസത്തോളം അല്ലെങ്കിൽ 6-7 മാസത്തോളം തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് ഈൽഡ് ലഭിക്കുകയും ചെയ്യുന്നു. വ്ളാത്താങ്കര ചീര ഇന്ന് വളരെ വിപുലമായി നമുക്ക് കേരളത്തിൽ എല്ലായിടവും ഉണ്ട്. പക്ഷേ അതിൻ്റെ വിത്ത് ലഭിക്കുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഏതാണ്ട് 1 കിലോയ്ക്ക് 3500ഓളം രൂപ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ചീരയ്ക്ക് പൊതുവെ നമ്മൾ ജൈവവളങ്ങളാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ജൈവവളങ്ങൾ മാത്രം നൽകുന്നതാണ് ചീരയെ സംബന്ധിച്ച് അതിൻ്റെ രുചിയും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകവും കോഴിവളവുമാണ്. അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോഴേക്കും കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാകാറില്ല. ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് കളകൾ വരുന്നതാണ് ഇതിനായിട്ട് പ്രശ്നം. അപ്പോൾ കളകളൊക്കെ നീക്കി വീണ്ടും ഇടയ്ക്ക് നമ്മൾ ചീര കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ചാണകപ്പൊടി വിതറി കൊടുക്കും. അപ്പോഴേക്കും നല്ല ഗ്രോത്തിൽ വീണ്ടും അടുത്ത ചെടികൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരാറുള്ള കടുകാണ് ഇത്തവണ നമ്മളെ ഊരമുള കൃഷിക്കൂട്ടം പരീക്ഷണാർത്ഥം ചെയ്തിരിക്കുന്നത്. എന്നാലും ഒരു വിജയം തന്നെയാണ്. കാരണം ഈ കടുക് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഓരോ വർഷവും കൃഷിയുടെ പുതുമ നമ്മൾ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യകാന്തി വളരെ ഒരു വിജയമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് മില്ലറ്റിലായി. അടുത്തിപ്പോൾ കടുക്. വരും വർഷങ്ങളിൽ പുതിയ കൃഷിവിളകൾ പരീക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ യുവജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൃഷിയിലോട്ടൊന്നും വരുന്നില്ല. ആർക്കും സമയമില്ല എന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളെ ഈ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണ്. ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ട്, അല്ലാതെ തന്നെ ദിവസക്കൂലി ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം വന്ന് കഴിഞ്ഞിട്ട് ആ പണി കഴിഞ്ഞ് വന്നിട്ട് ആണ് ഇതിലോട്ടങ്ങ് വരുന്നത്. ഇതിൽ വന്ന് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് രാത്രി ഒരു 8 മണി 9 മണിയൊക്കെ ആവും ചില ദിവസം ഇവിടെ നിന്ന് കയറാനായിട്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ആശ്വാസം, നമുക്ക് അതൊരു സന്തോഷമാണ്. ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതും വിളവെടുക്കാൻ പരുവായി നിൽക്കുന്നതും കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷം, ആ ഒരു ടെൻഷൻ ഫ്രീ, അങ്ങനെയുള്ള ഒരു നല്ല കുറേ ഗുണങ്ങളുണ്ട് ഈ കൃഷിയിലോട്ട് വരുന്നത്. എല്ലാ യുവജനങ്ങളും കൃഷിയിലോട്ട് വരണം. അവർ കുറേശ്ശെങ്കിലും അവരുടെ വീട്ടിലോട്ട് കുറേശ്ശെങ്കിലും കൃഷികളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ആനന്ദം കണ്ടെത്തണം. അതാണ് നമ്മുടെ ഈ ഉരമള കൃഷിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന ആശയം.
കൃഷി ലഹരിയാണ്. ഇന്നത്തെ കാലം ലഹരിക്ക് പിന്നാലെ പോകുമ്പോൾ ഇന്നത്തെ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നമ്മുടെ ഊരമള കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ പുതിയ തലമുറ നമ്മുടെ പഴയ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് കൃഷിയെ വേറൊരു ലെവലിലോട്ട് എത്തിക്കുക എന്നൊരു കർത്തവ്യം കൂടെ ഈ ഒരു ഊരമള കൃഷിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഊരമള കൃഷിക്കൂട്ടത്തിൻ്റെ മില്ലറ്റ് കൃഷിയും അതോടൊപ്പം തന്നെ പൂക്കളുടെ കൃഷിയുമാണ്. നമ്മുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ സമയം ഒട്ടുമില്ല എന്ന് പറയുന്നവർക്കും ഈ ഒരു കൃഷി രീതി അവലംബിച്ചുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷികൾ നടത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ഒരു കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും കാണുന്നതിനും വർഷം മുഴുവനും ഈ ഒരു തോട്ടം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഏവരെയും ഈ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.